നമസ്കാരം. സ്വന്തം പേര്, ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവയുടെ അനധികൃത ഉപയോഗം തടയണമെന്ന ആവശ്യവുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ ഡൽഹി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വളർച്ച സിനിമാ താരങ്ങളുടെ സ്വകാര്യതയ്ക്കും ബ്രാൻഡ് മൂല്യത്തിനും ഭീഷണിയാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നീക്കം. ജസ്റ്റിസ് ജ്യോതി സിംഗ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരിക്കുന്നത്. തന്റെ ശബ്ദം, ചിത്രം, പ്രശസ്തമായ സിനിമാ സംഭാഷണങ്ങൾ എന്നിവ വീഡിയോകളിലും വാണിജ്യ പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും തടയണമെന്നാണ് താരം ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളും അനുമതിയില്ലാത്ത ശബ്ദാനുകരണങ്ങളും താരങ്ങളുടെ കരിയറിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ഏറ്റവും ഒടുവിലായി സമാനമായ ഹർജി നൽകിയ ബോളിവുഡ് നടി സോനാക്ഷി സിൻഹ കേസിലെ കോടതി നിലപാടുകൾ കൂടി പരിഗണിച്ചാണ് മോഹൻലാൽ ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഒരു വ്യക്തിയുടെ പേര്, ശബ്ദം, രൂപം ആ വ്യക്തിയുടെ മാത്രം സ്വത്താണെന്നും വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ ഉടമസ്ഥന്റെ മുൻകൂർ അനുമതി വേണമെന്നുമാണ് പേഴ്സണാലിറ്റി റൈറ്റ്സ് അല്ലെങ്കിൽ വ്യക്തിത്വ അവകാശങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. സെലിബ്രിറ്റികളുടെ പേരോ ഫോട്ടോയോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് അവരുടെ ബ്രാൻഡ് മൂല്യത്തെ സ്വാധീനിക്കുന്നതിനാൽ അത് സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. മുൻപ് ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ എന്നിവരും സമാനമായ വിധികൾ സമ്പാദിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ, കരൺ ജോഹർ എന്നിവർക്കും ഡൽഹി ഹൈക്കോടതി ഇത്തരം ഡിജിറ്റൽ കൃത്രിമത്വങ്ങൾക്കെതിരെ സംരക്ഷണം നൽകിയിരുന്നു. സിനിമാ മേഖലയ്ക്ക് പുറമെ കായിക ലോകത്തിനും സമാനമായ ശക്തമായ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ കഴിഞ്ഞ ആഴ്ചയാണ് തന്റെ പേരും രൂപവും ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ കോടതിയെ സമീപിച്ചത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോകൾക്കെതിരെ 2.5 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും അവ ഉടൻ നീക്കം ചെയ്യണമെന്നുമാണ് ഗംഭീറിന്റെ ആവശ്യം. 2025 അവസാനത്തോടെ ഗംഭീറിന്റേതായി പ്രചരിച്ച വ്യാജ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. മെറ്റ, ഗൂഗിൾ, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഭീമന്മാരെയും ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളെയും എതിർകക്ഷികളാക്കിയാണ് അദ്ദേഹം കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വാണിജ്യ പരസ്യങ്ങളോടും ട്രോളുകളിലും മോഹൻലാലിന്റെ ശബ്ദം, ചിത്രവും വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനോ താരത്തിന്റെ അനുമതിയില്ലാതെ പണം സമ്പാദിക്കുവാനോ ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ഈ ഹർജിയിലെ പ്രധാന ലക്ഷ്യം. ഉപയോഗിച്ചുള്ള ട്രോളുകളെ ഇത് പൂർണ്ണമായും ബാധിക്കില്ലെങ്കിലും വാണിജ്യപരമായ ആവശ്യങ്ങൾക്കോ വ്യക്തിഹത്യക്കോ വേണ്ടിയുള്ള ഉപയോഗത്തിന് കർശന നിയന്ത്രണം വരും. 2026 പുതിയ ഗൂഗിൾ സെർച്ച് മാനദണ്ഡങ്ങൾ പ്രകാരം ഒറിജിനൽ കണ്ടന്റിന് പ്രാധാന്യം നൽകുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ലോകത്തിന് ക്ലീൻ കണ്ടന്റ് ഉറപ്പാക്കാൻ താരത്തിന്റെ ഈ നീക്കം സഹായിക്കും. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.